ഇപ്പൊ രാജ്യം തന്നെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ബുദ്ധിപൂർവമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഉണ്ടായ മാറ്റം, മുമ്പ് മോദിക്ക് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ രാവിലെ 11 മണിക്കുള്ള ലോക്സഭ തുടങ്ങുക, 12 മണിക്ക് ഏതെങ്കിലും മന്ത്രി എണീറ്റിരിക്കും, അദ്ദേഹം ഒരു നിയമം കൊണ്ടുവരും, അത് അവതരിപ്പിക്കും, 1 മണിക്കൂർ അവതരിപ്പിക്കും, ഉച്ചക്ക് ഭക്ഷണത്തിന് പോകും, ഭക്ഷണം കഴിച്ചു വന്നാല് ഇത് പാസ്സായിട്ടില്ല. പ്രതിപക്ഷത്തിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പൊ അങ്ങനെയല്ല. നേരത്തെ കൊല്ലത്തുകളിലും സീർപ്പാടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മറ്റു ചില മുസ്ലിം വിരുദ്ധ നിയമങ്ങളൊക്കെ തന്നെ BJP നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന അങ്ങനെയായിരുന്നു, ഒക്കെ പെട്ടെന്നായിരുന്നു. ഇപ്പോ ബഹുസമൃദ്ധമായിട്ടുള്ള ഭേദഗതിക്കും മന്ത്രി അവതരിപ്പിച്ചു, രാവിലെ അവതരിപ്പിച്ചു, ഉച്ചയ്ക്ക് ശേഷം പാസ്സാക്കാൻ പറ്റിയില്ല. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. പ്രതിപക്ഷം ശക്തമായി. ആ പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തിയത് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിം വോട്ടുകളായിരുന്നു എന്നുള്ളതാണ്. അതാണ് സമൂഹത്തിന്റെ രക്ഷ. മുസ്ലിങ്ങൾ നന്നായാൽ, മുസ്ലിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാല് രാജ്യവും രക്ഷപ്പെടും, സമൂഹവും രക്ഷപ്പെടും. ഇനി പാർലമെന്റിൽ അങ്ങനെ ഒരു ബില്ലും മുസ്ലിങ്ങൾക്ക് മാത്രം എതിരാന്നല്ല, ആർക്കെതിരെയും ഒരു ബില്ലും കൊണ്ടുവരാന് ഈ സർക്കാർ ധൈര്യപ്പെടുകയില്ല. അത്രമാത്രം നമ്മൾ ബുദ്ധിപൂർവ്വം വളർന്നിരിക്കുന്നു. ഈ വളർച്ചയെ കൂടുതൽ വളർത്തുക എന്നുള്ളത് തന്നെയാണ് ഉണ്ടാക്കണം. അതിനവരെ കഴിഞ്ഞ കാലങ്ങളിലെ നേതാക്കന്മാർ കാണിച്ച ആ മാതൃകയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അത് ആ വഴി സ്വീകരിച്ചു പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനം പറഞ്ഞു പോയ ആ മഹാന്മാർ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചേർത്ത് നൽകുന്നു. അസ്സലാമു അലൈക്കും.